ആർക്ക് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും നിങ്ങളുടെ മനസാക്ഷിനെ മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റും, നിങ്ങളുടെ ചിന്തകളെ മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റും. അതായത് ഇവിടെയാണ് നിയമത്തെ നമ്മൾ മനസാക്ഷി വെല്ലുവിളിക്കുന്നത്. നിയമത്തിനെ മനസാക്ഷി വെല്ലുവിളിക്കുന്നത്. അതായത് ഇപ്പൊ നിന്റെ ഒരു ഡീപ്പ് സീക്രട്ട് നിനക്ക് പോലും സൂക്ഷിക്കാൻ പറ്റാത്തത് കൊണ്ടാണ് ഫ്രണ്ടിനോട് പറഞ്ഞത്. അതെ അതെ, അവിടെ നമുക്ക് ആ പേഴ്സണെ മനസ്സിലാക്കാനായിട്ട് ആ സിറ്റുവേഷൻ ഉപയോഗിക്കുക എന്നുള്ളതാണ്. ഓ, ദാറ്റ് ഈസ് സോ ഫക്കിംഗ് ഡീപ്പ് ഡൂഡ്. ഒരു പർട്ടിക്കുലർ സെറ്റ് ഓഫ് കണ്ടീഷൻസ് വന്നാൽ, ഒരു പർട്ടിക്കുലർ സെറ്റ് ഓഫ് ഫാക്ടേഴ്സ് വന്നു കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ മനസാക്ഷി നിരക്കാത്ത കാര്യങ്ങളും ചെയ്യും. ഈ ലോ ഇല്ലാത്തൊരവസ്ഥ എന്ന് പറഞ്ഞാൽ ഓരോ വ്യക്തിയും അവനവൻ്റെ മനസാക്ഷി പ്രകാരം ഈ ലോകത്ത് പ്രവർത്തിക്കുകയും ഇവിടെ മൊത്തം നിയമം ഉണ്ടായിട്ട് അവസ്ഥ. അതുപോലെ ഈ ലോകത്ത് കുറേ സൂപ്പർ ഹീറോസ് ഉണ്ട്, സോഷ്യൽ ഹീറോസ് നമുക്ക് പറയാം. എൻ്റെ ശരി നിങ്ങളുടെ തെറ്റായിരിക്കാം, നിങ്ങളുടെ ശരി എനിക്കും ജോബിഷനും തെറ്റായിരിക്കാം, വൈസ് വേഴ്സ. നമ്മളുടെ ഇടയിലൊക്കെ സ്ഥിരമായിട്ട് ആളുകൾ പറയുന്നൊരു ഡയലോഗുണ്ട്, ഞാൻ എൻ്റെ മനസാക്ഷിക്ക് നിരക്കാത്ത ഒരു കാര്യം ഇതുവരെ ചെയ്തിട്ടില്ല. രണ്ടാമതായിട്ട്, നീ എന്നോട് സമ്മതിച്ചു തരണ്ട, നീ നിന്റെ മനസാക്ഷിയുടെ തന്നെ ചോദിച്ചു നോക്ക് അത് ശരിയാണോ തെറ്റാണോ എന്നുള്ളത്. ഇതൊക്കെ നമ്മൾ വളർന്നു വന്ന സാഹചര്യത്തിലും കുറേ സിനിമകളിലും നമ്മളുടെ കുടുംബത്തിലും നമ്മളുടെ ഫ്രണ്ട്സിൻ്റെ ഇടയിലൊക്കെ നമ്മളിങ്ങനെ കേട്ടിട്ടുണ്ട് ഈ ഡയലോഗുകൾ. അപ്പം ഞാൻ എപ്പോഴും ഇങ്ങനെ ആലോചിക്കും, എന്താണ് ഈ മനസാക്ഷി? ഇംഗ്ലീഷിൽ തന്നെ കൺസൈൻസ് എന്ന് പറയും. സോ വാട്ട് ഈസ് ദിസ് മനസാക്ഷി? ഇന്നത്തെ ഞങ്ങളുടെ ടോപ്പിക്ക് മനസാക്ഷി എന്ന് പറയുന്ന ഒരു ഫീലിങ്ങിനെ ഡീകോഡ് ചെയ്യാൻ നോക്കുകയാണ്. എത്രത്തോളം നമ്മളതിനെപ്പറ്റി മനസ്സിലാക്കിയിട്ടുണ്ടെന്നുള്ളത് നമുക്കൊന്ന് സംസാരിച്ച് നോക്കാം. മനസാക്ഷി ഡിഫൈൻ ചെയ്യുന്നതിന് മുന്നേ എൻ്റെ മനസ്സിൽ മനസാക്ഷിക്ക് റീസൺ ആവുന്നത്, അല്ലെങ്കിൽ മനസാക്ഷിക്ക് ജനനം കൊടുക്കുന്നത്, മനസാക്ഷി എവിടെ നിന്നാണ് ജനിക്കുന്നത്? നമ്മൾ ജനിക്കുമ്പോൾ ഈ മനസാക്ഷി ഇല്ല, ചെറിയ കുട്ടിയാവുന്ന സമയത്ത്. പിന്നീടാണ് ഈ മനസാക്ഷി ബിൽഡായി വരുന്നത്. അപ്പോൾ അത് എവിടെ നിന്ന് ജനിക്കുന്നു എന്നുള്ളത് ഡീപ്പായിട്ട് പഠിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത് അത് 3 കാര്യങ്ങളിൽ നിന്നാണ്. 1 വാല്യൂസ്, 2 എംപതി, 3 ഐഡൻറ്റിറ്റി. ഓക്കെ, അത് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞാൽ, ഫസ്റ്റ് വാല്യൂസ് എന്ന് പറഞ്ഞില്ലേ, ആ വാല്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് റൂൾസ് വെച്ചിട്ടാണ് ജീവിക്കുക. അതെ, നമ്മളുടെ ലൈഫിൽ നമ്മൾ തന്നെ സെറ്റ് ചെയ്ത കുറച്ച് റൂൾസ് ഉണ്ടാവും. ഇതാണ് ശരി, ഇതാണ് തെറ്റ്, അങ്ങനെ ചെയ്യാൻ പാടില്ല, ഇങ്ങനെ ചെയ്യാൻ പാടും. അതാണ് ഫസ്റ്റ് വരുന്ന വാല്യൂസ്. സോ ഈ വാല്യൂസ് എവിടെ നിന്നാണ് ഉണ്ടാവുന്നത്? ഇത് പെട്ടെന്ന് നമ്മൾ ജനിക്കുമ്പോൾ നമുക്ക് ഈ വാല്യൂസ് ഒന്നും സ്കോർ ചെയ്ത തലയിൽ വരുന്നില്ലല്ലോ. സോ ഇത് ബിൽഡായി വരുന്നതാണ്. ഇത് തുടങ്ങുന്നത് 3 കാര്യങ്ങളിൽ നിന്നാണ്. ഫസ്റ്റ്, നമ്മുടെ ചൈൽഡ്ഹുഡിലെ ഒബീഡിയൻസ്. ഓക്കെ, ഓരോ കുട്ടി ജനിക്കുമ്പോഴും അച്ഛനും അമ്മയും ആ കുട്ടീനെ പറഞ്ഞ് മെരുക്കി ഇങ്ങനെ ചെയ്യാൻ പാടില്ല കേട്ടോ, അച്ഛനും അമ്മയും പറയുന്നത് കേൾക്കണം കേട്ടോ, അല്ലെങ്കിൽ ആ ആൻറ്റി പറയുന്നത് കേൾക്കണം കേട്ടോ, ഈ ആൻറ്റി പറയുന്നത് കേൾക്കരുത് കേട്ടോ. അങ്ങനെ കുട്ടികളുടെ അടുത്ത് നമ്മൾ അവരെ ഒബീഡിയൻ്റ് ആക്കാൻ നോക്കുമ്പോൾ അവിടെ കണ്ടീഷനിങ് സംഭവിക്കുന്നുണ്ട്. അപ്പം അച്ഛൻ്റെയും അമ്മയുടെയും ഇൻഫ്ലുവൻസിലുള്ള ഒബീഡിയൻസ് എന്നാണ് ഏറ്റവും സ്റ്റാർട്ടിങ്ങിൽ ഏറ്റവും പരമപ്രധാനമായി കോൺസയൻസ് അല്ലെങ്കിൽ മനസാക്ഷിയുടെ തുടക്കം അവിടെ നിന്നാണ്. അപ്പം ചെറുതാവുമ്പോൾ ആ ഒബീഡിയൻസ് നമ്മൾ നമ്മളുടെ വാല്യൂസ് എന്താണെന്നുള്ളത് സെറ്റ് ചെയ്ത് വയ്ക്കും. രണ്ടാമത് സോഷ്യൽ അപ്രൂവലാണ്. ആദ്യം പറഞ്ഞ ഒബീഡിയൻസിന്റെ സ്റ്റേജ് കഴിഞ്ഞു, കുട്ടി വളർന്ന് വലുതായി ഒരു യൂത്തൊക്കെ എത്തുന്ന സമയത്ത് സ്ഥിരം നമ്മൾ കേൾക്കുന്ന ഡയലോഗ് ആയിരിക്കും, നാട്ടുകാരെന്ത് വിചാരിക്കും, സോഷ്യൽ അപ്രൂവൽ, അവരെന്ത് വിചാരിക്കും, ഇനി ഇങ്ങനെ ചെയ്യാൻ പാടില്ല, അവരിത് പറയില്ല അത് പറയില്ല എന്നുള്ള സോഷ്യൽ അപ്രൂവലിനെ ബേസ് ചെയ്തിട്ട് നമ്മുടെ മനസാക്ഷി റീഫ്രെയിം ആവും. ഓക്കെ, ആൻഡ് ഫൈനലി നമ്മളുടെ പ്രിൻസിപ്പിൾസ്, ആ സ്റ്റേജും കഴിഞ്ഞ് നമ്മൾ അടുത്ത സ്റ്റേജിലേക്ക് എത്തും. നമ്മൾ കുറച്ച് കോർ പ്രിൻസിപ്പിൾസിൽ ബിലീവ് ചെയ്യാൻ തുടങ്ങും. മേ ബി അത് ചിലപ്പോൾ ചില റിലീജിയൻസ് ഇൻഫ്ലുവൻസ് ചെയ്യുന്ന പ്രിൻസിപ്പിൾ ആയിരിക്കാം, അല്ലെങ്കിൽ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഭരണഘടന ഇൻഫ്ലുവൻസ്ഡ് ആയിട്ട് ജീവിക്കുന്ന ആൾക്കാരുണ്ട്. ഇന്ത്യൻ ഭരണഘടന അനുശാസിക്കുന്ന നിയമങ്ങൾ ഇതൊക്കെയാണ്, അപ്പം ഞാൻ ഇതൊക്കെ ഫോളോ ചെയ്യണം, ഇതെല്ലാം ഫോളോ ചെയ്യേണ്ട എന്നുള്ള രീതിയിൽ മനസാക്ഷിനെ ഫ്രെയിം ചെയ്യുന്ന പ്രിൻസിപ്പിൾസ് ആയിട്ട് ജീവിക്കുന്ന ആൾക്കാരുണ്ട്. നേരെ മറിച്ച് റിലീജിയനെ ബേസ് ചെയ്തിട്ടുള്ള കോൺസയൻസ് മനസാക്ഷി ബിൽഡ് ചെയ്യുന്ന ആളുകളുണ്ട്. സോ ബേസിക്കലി ഈ വാല്യൂസ്, മനസാക്ഷി ജനിക്കുന്ന 3 പോയിന്റിലെ ഫസ്റ്റ് പോയിന്റ് വാല്യൂസ് ഈ 3 കാര്യങ്ങളിൽ നിന്നാണ് ഉണ്ടാവുന്നത്. രണ്ടാമത് നമ്മുടെ മനസാക്ഷിയെ ഏറ്റവും കൂടുതൽ കോർ ഡിപ്പെൻഡ് ചെയ്യുന്നത് എംപതി. ആദ്യം പറഞ്ഞതുപോലെ എംപതി എന്ന് പറഞ്ഞാൽ വേറൊരാളുടെ ഷൂസിൽ കാലിടുക എന്നുള്ളതാണ്. അയാൾക്ക് എന്ത് ഫീലിങ്സ് ആണ് ഉണ്ടാവുന്നത്
എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനുള്ള ഒരു കഴിവിനെയാണ് എംപതി എന്ന് പറയാം. ഓക്കെ. നമ്മൾക്ക് വേറൊരാളുടെ പെർസ്പെക്റ്റീവിൽ ചിന്തിക്കാനുള്ള ഒരു കഴിവുണ്ടാവണം. അതിനെയാണ് എംപതി എന്ന് പറയുക. ആ എംപതിയുടെ സ്കോർ ഓരോ ആൾക്കാർക്കും ഡിഫറെൻ്റ് ആയിരിക്കും. ചിലപ്പോൾ ചില ആൾക്കാർക്ക് മറ്റുള്ളവർ എന്ത് ഫീൽ ചെയ്യുന്നു എന്നുള്ളത് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ കഴിവുള്ള ആളായിരിക്കാം, മെച്യൂർഡ് ആയിരിക്കാം. ചില ആളുകൾ അത് ബോധേഡ് ആവാതിരിക്കുന്ന ആൾക്കാരുണ്ടാവും, അവരുടെ എംപതി സ്കോർ കുറവായിരിക്കും. അത് നമ്മുടെ മനസാക്ഷിനെ ഭയങ്കരമായി ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഫൈനലി ദിസ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്, ഐഡൻറ്റിറ്റിയാണ്. നമ്മൾ നമുക്ക് കൊടുക്കുന്ന ഐഡൻറ്റിറ്റി. രാകേഷ് എന്ന് പറയുന്ന ഒരു പേഴ്സണിന് ഞാൻ കൊടുക്കുന്ന ഒരു ഐഡൻറ്റിറ്റി ഉണ്ടല്ലോ, ഞാൻ ഇങ്ങനെയൊക്കെയാണ് എന്നുള്ളത്. അതുപോലെ ജോബിഷ് എന്ന് പറഞ്ഞൊരു പേഴ്സണ് നീ കൊടുക്കുന്ന ഒരു ഐഡൻറ്റിറ്റി ഉണ്ട്. ആ ഐഡൻറ്റിറ്റിയൊക്കെയാണ് ഈ കൺസയൻസിനെ അല്ലെങ്കിൽ മനസാക്ഷിനെ ഷേപ്പ് ചെയ്യുന്നത്. സോ ഏറ്റവും സിമ്പിളായിട്ട് മനസാക്ഷിനെ എങ്ങനെ ഡിഫൈൻ ചെയ്യുക, ഏറ്റവും സിംപ്ലർ വേർഡ്സിൽ എങ്ങനെ ഡിഫൈൻ ചെയ്യാന്നുണ്ടെങ്കിൽ, നമ്മൾ എന്ത് ചെയ്യുമ്പോഴാണോ നമുക്ക് ഏറ്റവും കൂടുതൽ അഭിമാനം തോന്നുന്നത്, ആ ആക്ടിവിറ്റിയിലേക്ക് നമ്മളെ ഗൈഡ് ചെയ്യുന്ന ഫീലിംഗ് ആണ് മനസാക്ഷി. ഡീപ്പാണ്. നമ്മൾ എന്ത് ആക്ടിവിറ്റീസ് ചെയ്യുമ്പോഴാണോ നമുക്ക് എപ്പോഴാണോ നമുക്ക് സ്വയം ഭയങ്കര അഭിമാനം ഫീൽ ചെയ്യുന്നത്, പ്രൗഡ് ഫീൽ ചെയ്യുന്നത്, ആ കാര്യത്തിലേക്ക് നമ്മളെ ഗൈഡ് ചെയ്യുന്ന ഇൻറ്റേർണൽ മെൻ്റൽ ഫീലിംഗ് ആണ് മനസാക്ഷി. അത് 2-3 ക്ലാസിക് എക്സാമ്പിൾസ് വെച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. ഒരു ഡോക്ടർ, ഒരു സർജൻ, അയാൾക്ക് 2 പേഷ്യൻസ് വന്നു. ഒന്ന് ഒരു കൊടും ക്രിമിനലാണ്, 3 കൊലപാതകം ചെയ്തിട്ടുള്ള ക്രിമിനലാണ്. വേറൊന്ന് 9 വയസ്സായിട്ടുള്ളൊരു സാധാരണ പെൺകുട്ടിയാണ്. 2 പേർക്കും ഇഞ്ചുറീസിൻ്റെ ലെവലൊക്കെ ഡിഫറെൻ്റ് ആണ്. അതിലെ ഈ ക്രിമിനൽ എന്ന് പറഞ്ഞ ആൾക്ക് മൈനർ ഇഞ്ചുറീസേ ഉള്ളൂ, സർജറി ചെയ്താൽ രക്ഷപ്പെടും. ഈ കുട്ടിക്കാണെങ്കിൽ ഭയങ്കര ക്രിട്ടിക്കലാണ്, ആൾമോസ്റ്റ്. അപ്പോൾ ഇവിടെ ഒരു ഓപ്പറേഷൻ തിയേറ്ററും ഒരു ഓപ്പറേഷൻ ബെഡും ഉള്ള വിചാരിക്കുക. ഈ ഡോക്ടർ ഡൈലമേലാണ്, ഈ സർജൻ ഡൈലമേല. ഇയാൾ എങ്ങനെ ചൂസ് ചെയ്യും? ഇത് നീ ഒരു 10 ആൾക്കാരെ ചോദിച്ചു കഴിഞ്ഞാൽ ചിലർ പറയും അയാൾ ക്രിമിനൽ അല്ലേ, അയാളെ സേവ് ചെയ്യേണ്ട ആവശ്യമില്ല, കുട്ടീനെ സേവ് ചെയ്യണം എന്നുള്ള ആൻസർ വരും. നേരെ മറിച്ച് ഈ രണ്ടാമത്തെ ഈ പോയിന്റ് ഉണ്ടല്ലോ, കുട്ടീനെ സേവ് ചെയ്യാനുള്ള പ്രോബിലിറ്റി കുറവാണ്, അയാൾക്കാണെങ്കിൽ സർജറി ചെയ്തിട്ട് സേവ് ചെയ്യാനുള്ള പ്രോബിലിറ്റി കൂടുതലുണ്ട്. അപ്പോൾ ചിലപ്പോൾ ചില ആൾക്കാർ ചിന്തിക്കുക ആ പെർസ്പെക്റ്റീവിലായിരിക്കും, കുട്ടിയെ സർജറി ചെയ്തിട്ട് കാര്യമില്ല, കുട്ടി സേവ് ചെയ്യാനുള്ള പ്രോബിലിറ്റി കുറവല്ലേ, അപ്പോൾ ക്രിമിനലിനെ ആണല്ലോ സർജറി ചെയ്ത് സേവ് ചെയ്യേണ്ടതെന്ന് പറയുന്ന ആൾക്കാരുണ്ടാവാം നമ്മളുടെ ഇടയിൽ. സോ ഇത് കൃത്യമായിട്ട് ഇതാണ് ശരി ഇതാണ് തെറ്റ് എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല. ഇല്ല, ശരി. ഓരോ ആൾക്കാർക്കും അവർ ബിൽഡ് ചെയ്ത മനസാക്ഷി വെച്ചിട്ട് ഇതിന് പറയുന്ന ആൻസേഴ്സ് ഡിഫറെൻ്റ് ആയിരിക്കും. രണ്ടാമതൊരു കേസ് എടുക്കുക, ഇത് എല്ലാവർക്കും 90% ആൾക്കാരും കണക്ട് ചെയ്യാൻ പറ്റുന്ന കാര്യമായിരിക്കും. നമ്മുടെ ഫാമിലിയിൽ നമ്മളൊരു മോശമായിട്ടുള്ളൊരു കാര്യം എക്സ് ഓർ വൈ എന്തോ ആയിക്കോട്ടെ, നമ്മൾ മോശമായിട്ടുള്ള കാര്യം ഐഡൻറ്റിഫൈ ചെയ്തു വിചാരിക്കാം. ശരി. അത് നമ്മൾ പബ്ലിക് ആക്കിയാൽ കുറേ ബന്ധങ്ങൾ തകരും എന്ന് സങ്കല്പിക്കുക. അപ്പോൾ അവിടെ വീണ്ടും മനസാക്ഷിയുടെ ഡയലമ വന്നു. അത് പുറത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഈ റിലേഷൻഷിപ്പുകളൊക്കെ അവതാളത്തിലാവും. പുറത്ത് പറഞ്ഞില്ലെങ്കിൽ അയ്യോ ഞാനിതിനെ കൂട്ടു നിൽക്കുകയാണല്ലോ എന്നുള്ള ഫീലിംഗ് വരും. സോ ഈ ചോദ്യം നീ ഒരുപാട് ആൾക്കാരുടെ അടുത്ത് ചോദിച്ചാലും യു വിൽ ഗെറ്റ് ഡിഫറെൻറ്റ് ആൻസേഴ്സ്. ചില ഗ്രൂപ്പ് പറയും അത് തെറ്റല്ലേ അവർ ചെയ്യുന്നത്, അത് നിങ്ങൾ എന്തായാലും പറയണം. ചില ആളുകൾ പറയും അയ്യോ അത് പറയാൻ പാടില്ല, കുറേ കുടുംബ ബന്ധങ്ങൾ തകരും. സോ ഇതൊക്കെ ഓരോ ആൾക്കാർക്കും ഡിഫറെൻ്റ് ആയിട്ടായിരിക്കും മനസാക്ഷി വർക്കാവുന്നത്. ഞാൻ ഈ പറഞ്ഞ വാല്യൂസ്, ഐഡൻറ്റിറ്റി, എംപതി, ഈ 3 സാധനങ്ങൾ നമ്മുടെ മനസാക്ഷിനെ കണ്ടീഷൻ ചെയ്യുന്നതിനെ ബേസ് ചെയ്തിട്ട് ആളുകൾ പറയുന്ന ആൻസേഴ്സും ആളുകൾ ചൂസ് ചെയ്യുന്ന ഡിസിഷൻസും ഡിഫറെൻ്റ് ആയിരിക്കും. ചൂസ് ചെയ്യുന്നത് ഈ കാര്യം പബ്ലിക് ആക്കിയാലാണ് എനിക്ക് എന്നോട് തന്നെ അഭിമാനം തോന്നുക എന്നുള്ളതായിരിക്കും. ബി ചൂസ് ചെയ്യുന്നത് ആ കുടുംബ ബന്ധം തകരാതെ അവിടെ സേവ് ചെയ്യുമ്പോഴാണ് എനിക്ക് എന്നോട് തന്നെ അഭിമാനം തോന്നുന്നതായിരിക്കും. അപ്പോൾ ഇത് കൃത്യമായിട്ട് ഇതാണ് ശരി ഇതാണ് തെറ്റ് എന്നുള്ളത് നമുക്ക് ഒരിക്കലും ഡിഫൈൻ ചെയ്യാൻ പറ്റില്ല. മനസാക്ഷിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ അറിയില്ല, സത്യമായിട്ടുള്ള കാര്യം അറിയില്ല. അത് മനസാക്ഷി എന്താണെന്ന് അറിയില്ല എന്നല്ല, എങ്ങനെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നുള്ളത്. അതായത് എൻ്റെ മനസാക്ഷിയല്ല നിൻ്റെ, നമ്മുടെ 2 പേരുടെയും അല്ല, ഈ കാണുന്ന പ്രേക്ഷകരുടെ. അപ്പോൾ ഇതിൽ ഡെഫിനിഷൻ അത് ഞാനൊരു സിറ്റുവേഷൻ വെച്ച് പറയാം. എന്നിട്ട് ആ സിറ്റുവേഷനിൽ ഈ മനസാക്ഷി എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നുള്ളതിനെക്കുറിച്ച് വരുന്ന കുറച്ച് പോയിൻറ്റ്സ് ആയിട്ട് ഞാൻ സംസാരിക്കാം.
ഒരു പേഴ്സണ് തൻ്റെ ക്രൈമിനോട് ഗിൽട്ടില്ല എന്ന് വിചാരിക്കുക. ഓക്കെ, കുറ്റം ചെയ്തു, അതിനൊരു ഗിൽട്ടി ഫീലിംഗ് ഇല്ല. ആ സിറ്റുവേഷൻ ഇങ്ങനെയാണ്, കോടതിയിൽ എത്തിയിരിക്കണം അയാൾ, അദ്ദേഹത്തിന് വിധിക്കാനായിട്ട് ജഡ്ജ് ചോദ്യം ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു കുറ്റബോധം ഇല്ലാണ്ട് ഫ്രീ ആയിട്ട് അയാൾ നിൽക്കുകയാണ്, പ്രതി. അദ്ദേഹത്തിൻ്റെ ആൻസർ ഇതാണ്: ഞാൻ എൻ്റെ മനസാക്ഷി പ്രകാരം എനിക്ക് ആ കുറ്റകൃത്യം ചെയ്യേണ്ടി വന്നു എന്നുള്ളതാണ്. ഇവിടുത്തെ പോയിൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിയമം എന്ന് പറയുന്നത് എന്തിനാ? അതായത് ഒരു ഇക്വാലിറ്റി കൊണ്ടുവരാനും മറ്റേ സൊസൈറ്റിയിൽ സ്മൂത്ത് റണ്ണിന് വേണ്ടിയാണ് ലോ ഉള്ളത്. അതിനെ ക്വസ്റ്റ്യൻ ചെയ്യണോ അല്ലെങ്കിൽ ന്യായീകരണത്തിന് വേണ്ടിയിട്ടോ ഈ മനസാക്ഷി നമുക്ക് പറയാൻ പറ്റില്ല. ഇനി ഈ മനസാക്ഷി എങ്ങനെ രൂപം കൊണ്ടു എന്നുള്ള ഈ സിറ്റുവേഷൻ വെച്ചിട്ട് നമ്മൾ സംസാരിക്കുകയാണെങ്കിൽ അതിൽ കുറച്ച് പോയിൻറ്റ്സ് ആഡ് ചെയ്യാം. അതിൽ ഫസ്റ്റ് പോയിൻ്റാണ് സബ്ജക്റ്റിവിറ്റി. ആ സബ്ജക്റ്റിവിറ്റി മനസ്സിലാക്കുന്നതിന് മുമ്പ് ഒരു 4 പോയിൻ്റ് നമ്മുടെ മൈൻഡിലുണ്ടാവണം. ഓക്കെ. 1, വിശ്വാസങ്ങൾ, മോറൽ വാല്യൂസ്, ഇമോഷൻസ്, എക്സ്പീരിയൻസ്. ഓക്കെ, ഇത് മനസ്സിൽ വെച്ചോ. ഇനി സബ്ജക്റ്റിവിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വ്യക്തി ഈ ലോകത്തെ എങ്ങനെ നോക്കിക്കാണുന്നു എന്നുള്ളതാണ് സബ്ജക്റ്റിവിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അതൊരു എല്ലാവരും കണക്ട് ചെയ്യുന്ന ഒരു നല്ലൊരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ അതിലൂടെ സബ്ജക്റ്റിവിറ്റി ക്ലിയർ ആയിട്ട് മനസ്സിലാവും. പ്ലീസ്. അതായത് ഇപ്പം ഞാൻ നിന്നോടൊരു ഡീപ്പ് സീക്രട്ട് പറഞ്ഞു. ഓക്കെ. നീ മാത്രം എൻ്റെ ലൈഫിൽ അറിയാൻ ആഗ്രഹിക്കുന്ന ഒരു ഡീപ്പ് സീക്രട്ട്. ഓക്കെ. ഞാൻ നിന്നോട് പറഞ്ഞ കാര്യം നീ ഏതെങ്കിലും ഒരാളോട് ജസ്റ്റ് ഷെയർ ചെയ്തു. ഓക്കെ. ചിലപ്പോൾ നമ്മുടെ കോമൺ ഫ്രണ്ട് ആവാം. ഈ ഷെയർ ചെയ്ത കാര്യം നമ്മളൊരു ഗെറ്റ് ടുഗദർ വന്ന സമയത്ത് ഈ പറഞ്ഞ വ്യക്തിയും ആ ഗെറ്റ് ടുഗദറിലുണ്ട്, നമ്മളെല്ലാവരും ഉണ്ട്. ആ തേർഡ് പേഴ്സണും ഉണ്ട്. നമ്മളെല്ലാവരും ജാളിയായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എന്നെ കമൻ്റ് അടിക്കാൻ വേണ്ടിയിട്ട് തേർഡ് പേഴ്സണാണ് എൻ്റെ ഈ സീക്രട്ട് എടുത്ത് പറഞ്ഞത് എന്ന് വിചാരിക്കുക. ആ സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം? എൻ്റെ സബ്ജക്റ്റിവിറ്റി പ്രകാരം, അതായത് ഞാൻ പഠിച്ച കാര്യങ്ങൾ പ്രകാരം എനിക്ക് അവിടെ റിയാക്ട് ചെയ്യുന്നത് ഒന്നില്ലെങ്കിൽ സങ്കടപ്പെട്ട് കരയാം. ഞാൻ നിന്നോട് പറഞ്ഞ സീക്രട്ട് പറഞ്ഞാൽ സങ്കടപ്പെട്ട് കരയാം. നിന്നോട് ദേഷ്യപ്പെടാം, മറ്റേ നിന്നോട് മാത്രം പറഞ്ഞ കാര്യം പറഞ്ഞു ദേഷ്യപ്പെടാം. മൂന്നാമത്, അതാണ് എൻ്റെ ഫേവററ്റ് സാധനം, ഞാൻ ഫോളോ ചെയ്യുന്ന കാര്യം. അവിടെ നമുക്ക് ആ പേഴ്സണെ മനസ്സിലാക്കാനായിട്ട് ആ സിറ്റുവേഷൻ ഉപയോഗിക്കുക എന്നുള്ളതാണ്. ഓ, ദാറ്റ് ഈസ് സോ ഫക്കിംഗ് ഡീപ്പ് ഡൂഡ്. അപ്പോൾ പിന്നെ നമുക്ക് എന്ത് ക്യാരക്ടർ ബിൽഡാവും, ബിഹേവിയർ ബിൽഡാവും. ഇനി അവനോട് എന്ത് പറയാം, അതായത് അവനോട് എന്ത് പറയാതിരിക്കാം, കോമൺ ആയിട്ട് അറിയിക്കേണ്ട കാര്യങ്ങൾ മാത്രം അറിയിച്ചാൽ മതിയെന്ന്. ഇത് ഈ കാണുന്ന കുറേ പേർക്ക് കണ്ടാവും. കുറേ പേര് ഇങ്ങനെ പല കാര്യങ്ങൾ പറഞ്ഞിട്ട് പുറത്ത് പോയിട്ടുണ്ടാവും. ആരോടും പറയരുത് പറഞ്ഞിട്ട് ഫ്രണ്ട്സ് പറഞ്ഞു പോയിട്ടുണ്ടാവും. അത് കൂടുതൽ കണക്റ്റ് ആവാൻ പറ്റും അതിലേക്ക്. ഇതിലൊരു 4th ലെവൽ കൂടെ ഉണ്ട്. ഈ ഒരു എക്സാമ്പിൾ ആയതുകൊണ്ട് ഞാൻ പറയുന്നതാ. നീ 3 സിറ്റുവേഷൻ പറഞ്ഞു, അതിൻ്റെ കുറച്ചുകൂടെ ഒരു അടുത്ത ലെവലൊരു സിറ്റുവേഷൻ ഉണ്ട്. അതിനെ ഇന്റർപ്രേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്നുണ്ടെങ്കിൽ, ഇപ്പൊ നിന്റെ ഒരു ഡീപ്പ് സീക്രട്ട് നിനക്ക് പോലും സൂക്ഷിക്കാൻ പറ്റാത്തത് കൊണ്ടാണ് നീ ആ ഫ്രണ്ടിനോട് പറഞ്ഞത്. ആൻഡ് യു ആർ എക്സ്പെക്ടിങ് ദാറ്റ് പേഴ്സൺ, അയാൾ അത് വേറെ ആരോടും പറയാതിരിക്കണം എന്ന് നീ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. നിന്റെ ആ ഡീപ്പ് സീക്രട്ട് നിന്റെ മൈൻഡിൽ പോലും നിനക്ക് സൂക്ഷിച്ചു വെക്കാൻ പറ്റിയിട്ടില്ല. അതുകൊണ്ടാണല്ലോ നീ വേറൊരാളോട് പറഞ്ഞത്. എന്നിട്ട് നമ്മൾ എക്സ്പെക്ട് ചെയ്യാണ് നമുക്ക് പോലും പറ്റാത്തൊരു കാര്യം നമ്മൾ സീക്രട്ട് തുറന്നു പറഞ്ഞ ആള് കീപ്പ് ചെയ്യണം എന്നുള്ളത്. അപ്പൊ അവിടെ നമുക്ക് ആക്ച്വലി അതുകൂടെ ഒരു ഐ ഓപ്പണർ ആയിട്ട് എടുക്കാം. നീ സീക്രട്ട് പറഞ്ഞ ആള് അയാളുടെ അടുത്ത് നിന്ന് ആ ഇൻഫർമേഷൻ വേറൊരാൾക്ക് പോയിട്ടുണ്ടെങ്കിൽ അയാളെ ഫൊർഗീവ് ചെയ്യാനും അയാളെ മനസ്സിലാക്കാനും ഒക്കെ ഈ രീതിയിലും കൂടെ ഒന്ന് ചിന്തിക്കാൻ ഞാൻ ആഡ് ചെയ്തതാണ്. ഓക്കെ, അത് കറക്റ്റാണ്. ഇപ്പോൾ ഈ പറഞ്ഞ സിറ്റുവേഷനിൽ സബ്ജക്റ്റിവിറ്റി എന്ന് പറയുന്നത് ഓരോരുത്തർക്കും വ്യത്യാസമായിരിക്കും. ഞാൻ പറഞ്ഞതിൽ ഇമോഷനായിട്ട് കരയാം, ദേഷ്യപ്പെടാം, പിന്നെ ഞാൻ പറഞ്ഞ പോലെ അതിനെ മനസ്സിലാക്കാൻ ഉപയോഗിക്കാം, അയാളെ മനസ്സിലാക്കാൻ ഉപയോഗിക്കാം. നാലാമത് നീ പറഞ്ഞ ഫൊർഗീവ്നെസ്സിന് വേണ്ടിയിട്ട്, അതായത് എൻ്റെ ഒരു തിരിച്ചറിവാണത്, എൻ്റെ ഡീപ്പ് സീക്രട്ട് ഫോളോ ചെയ്യാൻ പറ്റിയില്ല എന്നുള്ളത്. അപ്പോൾ ഈ സബ്ജക്റ്റിവിറ്റിയിൽ രണ്ടാമത്തെ പോയിൻ്റാണ് നമ്മൾ ബയസ്ഡ് ആയിരിക്കും. അതായത് ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയാം. നമ്മളൊരു പ്രൊഡക്റ്റ് ഓൺലൈനോട് ഓർഡർ ചെയ്തു. ആ സാധനം നമ്മുടെ കയ്യിലേക്ക് എത്തുന്നതിന് മുമ്പ് നമുക്ക് മെസ്സേജ് വന്നു ഡെലിവേർഡ് എന്ന് പറഞ്ഞിട്ട്. ആ സിറ്റുവേഷനിൽ നീ അപ്പം തന്നെ കസ്റ്റമർ കെയറെ കോൺടാക്ട് ചെയ്ത സമയത്ത് ആ ഡെലിവറി ചെയ്യാൻ വന്ന വ്യക്തി ഇവർ കോൺഫറൻസ് കോളിൽ സംസാരിക്കുകയാണ് നമ്മളോട്. അപ്പോൾ നമ്മളോട് പറയുകയാണ്, സോറി സാർ, അത് വേറെ ഓർഡർ അറിയാണ്ട് ഞാൻ മാറ്റിയതാണ് എന്ന് പറഞ്ഞു. എന്താണ് അവിടെ ബയസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 2 തരത്തിലാണ്. ഒന്ന്, അവനത് നുണ പറഞ്ഞായിരിക്കും, അവൻ ഉടായ്പ ചെയ്ത് തന്നെയാണെന്നുള്ളത് ഒരു ബയസാണ്. നമ്മൾ ഓൾറെഡി നമ്മുടെ മനസാക്ഷി പ്രകാരം നമ്മൾ ഡെവലപ്പ് ചെയ്ത ക്യാരക്ടർ അങ്ങനെ ആയതുകൊണ്ട് അങ്ങനെ. രണ്ടാമത്തെ ബയസ് എന്താണെന്നറിയോ? അവൻ ഉടായ്പ ചെയ്തതാണെങ്കിലും നമ്മളതിനെ അവന് മിസ്റ്റേക്ക് പറ്റിയതായിരിക്കും എന്ന് വിചാരിക്കും.
കുഴപ്പമില്ല എന്ന് വിചാരിക്കും. ഈ 2 ബയസും അവിടെ ഉണ്ടാവും. അതാണ് ഈ സിറ്റുവേഷനിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. ഇനി രണ്ടാമത് ഞാൻ പറയാൻ ഉദ്ദേശിച്ച കാര്യം ഫങ്ഷണാലിറ്റി ഓഫ് ലോ, അതായത് നിയമത്തിൻ്റെ പ്രവർത്തനം. ഒരു ലോ എന്തിനുണ്ടാക്കി വെച്ചാൽ സൊസൈറ്റിയുടെ സ്മൂത്ത് റണ്ണിന് വേണ്ടിയിട്ടാണ്. ഓക്കെ, എഗ്രീഡ്. ഈ ലോ ഇല്ലാത്തൊരവസ്ഥ എന്ന് പറഞ്ഞാൽ ഓരോ വ്യക്തിയും അവനവൻ്റെ മനസാക്ഷി പ്രകാരം ഈ ലോകത്ത് പ്രവർത്തിക്കുകയും ഇവിടെ മൊത്തം നിയമം ഉണ്ടായിട്ട് അവസ്ഥ ടോട്ടലൊരു ഇതായിട്ടുണ്ട്, കൊളപ്സായി പോയിണ്ടാവും എല്ലാ ലോകം. ഈ ലോ എങ്ങനെ ഉണ്ടായി വെച്ച് കഴിഞ്ഞാൽ കുറേ മനസാക്ഷികളെ കൂടെ അടിസ്ഥാനമാക്കിയിട്ട് ഒരുമിച്ച് കൂട്ടിയിട്ട് അത് ആവറേജ് ചെയ്തെടുത്തിട്ടാണ് ഈ ഒരു ലോ ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത്. ഈ ലോ എന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു സോഷ്യൽ കോൺട്രാക്റ്റാണ്. അതായത് കുറേ ആൾക്കാരുടെ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള മനോഭാവങ്ങളെ ഒരുമിച്ച് കൂട്ടി അതിലെന്തൊക്കെ നിയമങ്ങൾ കൊണ്ടുവരാം, ഇക്വാലിറ്റി എങ്ങനെ കൊണ്ടുവരാം എന്നുള്ള കാര്യത്തൊക്കെ ആലോചിച്ചെടുത്തിട്ടാണ് ഈ ലോ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. ആവറേജാണ് അത് ഉണ്ടാക്കി വെച്ചിരിക്കുന്നതും. അങ്ങനെയാണ് എന്താ പറയുക, മനസാക്ഷി പ്രകാരം നമ്മൾ നിയമത്തെ നോക്കി കാണേണ്ടത്. കാരണം ആ കോൺട്രാക്ട് നമ്മൾ അംഗീകരിക്കാൻ തയ്യാറായതുകൊണ്ടാണ്. നമ്മളെന്ന് വ്യക്തി എന്ന് വിചാരിച്ചാൽ നമ്മളൊരു സൊസൈറ്റിയിൽ ജീവിക്കുന്ന ആളായതുകൊണ്ടും രാജ്യത്തിൽ ജീവിക്കുന്ന ആളായതുകൊണ്ടും നമ്മൾ ആ നിയമങ്ങൾ പാലിച്ചേ പറ്റുള്ളൂ. സോഷ്യൽ അനിമൽ. അതെ, അത് കാരണം വെച്ച് കഴിഞ്ഞാൽ അത് ഗ്രൂപ്പായിട്ട്, അതായത് കുറേ ആൾക്കാരുടെ മനോഭാവങ്ങൾ വെച്ചിട്ട് ഉണ്ടാക്കിയൊരു സിസ്റ്റമാണ്. മനസാക്ഷിയും നിയമവും തമ്മിൽ എവിടെ വ്യത്യാസം വരുന്നത് വെച്ച് കഴിഞ്ഞാൽ, നിനക്ക് നിയമത്തിൽ ഒരു കാര്യം തെളിയിക്കണമെങ്കിൽ അതിന് പ്രൂഫ് വേണം. അതായത് ഇന്ന ആൾ കുറ്റകൃത്യം ചെയ്തു എന്നുള്ളത് തെളിയിക്കാൻ നിനക്ക് പ്രൂഫ് വേണം. മനസാക്ഷിയുടെ മുമ്പിൽ പ്രൂഫിൻ്റെ ആവശ്യമില്ല. നിനക്ക് ആ ഗിൽട്ട്, അതായത് ഗിൽട്ട് ഫീലിങ്ങോ അല്ലെങ്കിൽ മറ്റവൻ തെറ്റ് ചെയ്യുന്നുള്ള ബോധ്യം നിനക്ക് ഉണ്ടായെങ്കിൽ മാത്രമേ. ആ ബോധ്യത്തിന് തെളിവിൻ്റെ ആവശ്യമൊന്നുമില്ല. ഇല്ല. അതാണ് ഈ നിയമവും മനസാക്ഷിയും തമ്മിലുള്ള വ്യത്യാസം വരുന്നത്. അതാണ് ഞാൻ ഈ പറഞ്ഞ ഈ ആദ്യം പറഞ്ഞ സിറ്റുവേഷനല്ലേ, ഏത് ക്രിമിനലിൻ്റെ, അതിലേക്ക് കണക്ട് ചെയ്യുമ്പോൾ അദ്ദേഹത്തിൻ്റെ പെർസ്പെക്റ്റീവിൽ മനസാക്ഷി പ്രകാരം ചെയ്തു എന്ന് പറഞ്ഞാൽ പോലും നിയമത്തിൻ്റെ മുമ്പിൽ ന്യായീകരിക്കാൻ പറ്റില്ല. മൂന്നാമത്തെ പോയിൻ്റാണ് സിവിൽ ഡിസൊബീഡിയൻസ്. അതായത് ഇവിടെയാണ് നിയമത്തെ നമ്മൾ മനസാക്ഷി വെല്ലുവിളിക്കുന്നത്. അതായത് മനസാക്ഷി വെല്ലുവിളിക്കുന്നത്. അതായത് ലോകത്ത് കുറേ സൂപ്പർ ഹീറോസ് ഉണ്ട്. ഇവരുടെ ജീവിതത്തിൽ എന്താ ചെയ്തു വെച്ച് കഴിഞ്ഞാൽ, ചിലർ ലോകത്തെ സ്നേഹം കൊണ്ട് കീഴടക്കിയ ആൾക്കാരാണ്. അപ്പോൾ ആ സ്നേഹത്തോട്, അതായത് ചെയ്യുന്ന ആൾക്ക് പ്രവൃത്തി ഒരാൾ തെറ്റ് കണ്ടു കഴിഞ്ഞാൽ ആ തെറ്റിനെ സ്നേഹത്തോടെ കീഴ്പ്പെടുത്തുക. അതേപോലെ തന്നെ അന്ന് വരെ ഉണ്ടായിരുന്ന നിയമങ്ങളെ, അത് നിയമത്തിലെ അനീതികളെ ചോദ്യം ചെയ്യുക. ഇങ്ങനെയൊക്കെ ചെയ്ത ഒരാൾ ലാസ്റ്റ് മരണശിക്ഷയ്ക്ക് വിധിക്കപ്പെടുകയും ചെയ്ത് സമൂഹത്തിൻ്റെ ഒരു പ്രഷർ കാരണം. രണ്ടാമത്തെ ആൾ ഇതേപോലെ തന്നെ വേറൊരു കൺട്രി ഭരിക്കാൻ വന്ന സമയത്ത് അവരുടെ ബയസ് പ്രകാരമുള്ള നിയമങ്ങൾക്ക് അത് അനീതിയാണെന്ന് തോന്നിയപ്പോൾ, അത് തെറ്റാണെന്ന് തോന്നിയപ്പോൾ അതിനെതിരെ പീസ്ഫുള്ളായിട്ട് ആക്ട് ചെയ്ത് അതിന് ഫ്രീഡം നേടിയ ആളാണ്. അപ്പോൾ അതുപോലെ ഈ ലോകത്ത് കുറേ സൂപ്പർ ഹീറോസ് ഉണ്ട്. സോഷ്യൽ ഹീറോസ് നമുക്ക് പറയാം. ഇവരൊക്കെ ലോകത്തിൽ ഒരു മാറ്റം കൊണ്ടുവരാൻ ശ്രമിച്ചത്, അതായത് അവരുടെ ജീവിതത്തിൽ മരണം കൊണ്ടും അതുപോലെ ജീവിതത്തിലെ വ്യത്യാസമായ ചിന്തകൾ കൊണ്ടും വ്യത്യാസമായ രീതികൾ കൊണ്ടുമാണ്. അത് അവരുടെ മനസാക്ഷി പ്രകാരം അവർ രൂപീകരിച്ച ഒരു കാര്യത്തിനെ ലോകത്തിലേക്ക് മുന്നോട്ട് കൊണ്ടുവന്ന് കാണിച്ചു തന്നു. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഇവിടെയൊന്നും നിയമത്തിനെ, അതായത് നിയമത്തിന് വെല്ലുവിളിക്കുകയാണ് മനസാക്ഷി എന്നുള്ളത്. ഇപ്പം മനസാക്ഷിയുടെ ഡീപ്പായിട്ടുള്ള കുറേ ടെർമിനോളജീസ് ഒക്കെ നീ പറഞ്ഞു. അതെ, നല്ല പോയിന്റ്സ് ആയിരുന്നു. ഇത് ഈസി ആയിട്ട് ആർക്ക് വേണമെങ്കിലും മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റും. നമ്മൾ വിശ്വസിക്കുന്ന മനസാക്ഷി നമ്മൾക്ക് ശരിയാണ്, വേറൊരാൾക്ക് തെറ്റായിരിക്കാം. ഇത് ആർക്ക് വേണമെങ്കിലും എങ്ങനെ വേണമെങ്കിലും മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളത് സൈക്കോളജിയുടെ ഒരു ഫീൽഡിൽ വളരെ ഡിബേറ്റബിളും വളരെ കോൺട്രവേഴ്ഷ്യൽ ആയിട്ടുള്ള ഒരു എക്സ്പെരിമെൻ്റ് നടന്നിട്ടുണ്ട്. ആ എക്സ്പെരിമെൻറ്റിനെ പറ്റി മനസ്സിലാക്കിയാൽ എത്രത്തോളം ഫ്രജൈലാണ്, എത്രത്തോളം ഈസി ആയിട്ട് ഒരാളുടെ മനസാക്ഷിയെ നമുക്ക് ആൾട്ടർ ചെയ്യാൻ പറ്റും എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും. സെക്കൻഡ് വേൾഡ് വാറിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ ജർമ്മൻ കോമൺ പീപ്പിൾ ഉണ്ടല്ലോ, ജർമ്മനിയിലുള്ള ഒരുപാട് സാധാരണ ആൾക്കാർ കുറേ അട്രോസിറ്റീസ് ചെയ്തിട്ടുണ്ട്. ഒരുപാട് ആളുകളെ കൊല്ലുകയും ഒരുപാട് ക്രൂര കൃത്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ പിന്നിലെ ഒരു റൂട്ട് കോസ്, ഒരു സാധാരണ മനുഷ്യന് എങ്ങനെയാണ് ഇത്രയും ക്രൂരമായ പ്രവർത്തികൾ ചെയ്യാൻ പറ്റുക എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടി ഒരു സൈക്കോളജിസ്റ്റ്, അയാളുടെ പേര് മിൽഗ്രം എന്നാണ്, സ്റ്റാൻലി മിൽഗ്രം, അദ്ദേഹം നടത്തിയ ഒരു എക്സ്പെരിമെൻ്റ് ഒരു കിടു എക്സ്പെരിമെൻ്റാണ്. പുള്ളി ആക്ച്വലി എന്താ ചെയ്തതെന്നുണ്ടെങ്കിൽ അമേരിക്കയിലെ സാധാരണ ആൾക്കാർക്ക് ഇതുപോലെ
ഒരു അതോറിറ്റി ഫീലിംഗ് ഉണ്ടെങ്കിൽ അവരുടെ മനസാക്ഷി ആൽട്ടർ ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളതാണ് കണ്ടുപിടിച്ചത്. ആ എക്സ്പെരിമെൻ്റ് നടത്തിയത് യെയിൽ യൂണിവേഴ്സിറ്റിയിലാണ്. വളരെ ഫേമസ് ആയിട്ടുള്ള, വേൾഡ് ഫേമസ് ആയിട്ടുള്ള യെയിൽ യൂണിവേഴ്സിറ്റിയിലാണ് ഇത് നടക്കുന്നത്. 40 ആൾക്കാരാണ് ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്. 3 ആളുകളാണ് ഈ എക്സ്പെരിമെന്റ് നടക്കുന്ന റൂമിലുള്ളത് അറ്റ് എ ടൈം. ഒന്ന് പ്രൊഫസർ, പിന്നെ ഒന്ന് പ്രൊഫസറുടെ ആള്, ഈ എക്സ്പെരിമെന്റ് പറ്റി എല്ലാം അറിയുന്ന ഒരാള്, പിന്നെ ജനറൽ പബ്ലിക് 1 by 1 ആയിട്ട് വരും. എക്സ്പെരിമെന്റ് എങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ പ്രൊഫസറിന്റെ ആളുണ്ടല്ലോ, ആ ആള് ഓരോ വാക്കുകൾ മെമ്മറൈസ് ചെയ്യണം. ഓക്കെ, എങ്ങനെ? അയാൾക്കൊരു ടാസ്ക് കൊടുക്കും, 2 പെയർ ഓഫ് വാക്കുകൾ മെമ്മറൈസ് ചെയ്യാൻ. അത് ആ മെമ്മറൈസ് ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ അവിടെ ഒരു ഇൻസ്ട്രുമെന്റ് ഉണ്ട്. ആ ഇൻസ്ട്രുമെന്റിൽ നിന്ന് ഓരോ തെറ്റായിട്ടുള്ള ആൻസറിനും ഷോക്ക് ട്രിഗർ ചെയ്യും. ഷോക്ക് ട്രിഗർ ചെയ്യുന്നത് ഈ ജനറൽ പബ്ലിക് ആയിരിക്കും. ഓക്കെ, 15 വോൾട്ടാണ് ഓരോ തെറ്റ ആൻസറിനും ട്രിഗർ ചെയ്തുകൊണ്ടിരിക്കുക. അങ്ങനെ 0 മുതൽ 400 വോൾട്ട് വരെ ട്രിഗർ ചെയ്യാൻ പറ്റും ആ ഡിവൈസിൽ. ഈ വാക്കുകളെല്ലാം മെമ്മറൈസ് ചെയ്യാന്ന് പറഞ്ഞില്ലേ, അത് ആ പ്രൊഫസറാണ് കൊടുക്കുക? അതെ. അപ്പോൾ മനഃപൂർവ്വം അയാൾ ഓർത്തെടുക്കില്ല. അതാണ് എക്സ്പെരിമെന്റ്. ഓക്കെ. അപ്പോൾ 0 മുതൽ 400 വോൾട്ട് വരെ കൊടുക്കുമ്പോൾ നമ്മുടെ വീട്ടിൽ വരുന്ന ഇലക്ട്രിസിറ്റി 230 വോൾട്ടാണ്. 400 വോൾട്ട് കൊടുക്കുമ്പോഴത്തേക്കും ആള് കാറ്റ് പോകും. പക്ഷെ ഇതെല്ലാം സ്റ്റേജ്ഡ് ആണ്. റിയൽ ആയിട്ട് ഷോക്ക് പോകുന്നില്ല. പക്ഷെ റിയൽ ആയിട്ട് ഷോക്ക് പോകുന്നു എന്നുള്ള രീതിയിലാണ് ഈ സ്റ്റേജ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ടേപ്പ് റെക്കോർഡിൽ അയാൾ ഷോക്ക് അടിക്കുന്ന സമയത്തുള്ള സൗണ്ട് എങ്ങനെയാണുണ്ടാവും അതൊക്കെ പ്ലേ ചെയ്യുന്നുണ്ട്. അപ്പോൾ എക്സ്പെരിമെന്റ് ഒരു പശ്ചാത്തലം മനസ്സിലായില്ലേ? ഓരോ തെറ്റായിട്ടുള്ള ആൻസറിനും ഷോക്ക് ട്രിഗർ ചെയ്യും. ഈ ട്രിഗർ ചെയ്യുന്നത് ജനറൽ പബ്ലിക്കാണ്. ഈ 40 പേരുള്ള ഒരാളായിരിക്കും. ഇങ്ങനെ 40 പേർക്ക് എക്സ്പെരിമെന്റ് റിപ്പീറ്റ് ചെയ്യും. അപ്പോൾ ഫസ്റ്റ് എക്സ്പെരിമെന്റ് സ്റ്റാർട്ട് ചെയ്തു, അയാൾ ഉത്തരം തെറ്റിച്ചു. അപ്പോൾ ജനറൽ പബ്ലിക് ഷോക്ക് കൊടുക്കാൻ ഹെസിറ്റേറ്റ് ചെയ്തു. അപ്പോൾ പ്രൊഫസർ പറഞ്ഞു, ഈ എക്സ്പെരിമെന്റിൽ നിങ്ങൾ ഇത് ചെയ്തേ പറ്റുള്ളൂ. ഈ എക്സ്പെരിമെന്റ് കണ്ടിന്യൂ ചെയ്യണമെങ്കിൽ നിങ്ങൾ അയാൾക്ക് ഷോക്ക് കൊടുത്തേ പറ്റുള്ളൂ. ഓരോ തവണ ഷോക്ക് കൊടുക്കാൻ ഹെസിറ്റേറ്റ് ചെയ്യുമ്പോഴും ഇയാൾ ഇതുപോലെ ഓരോ വാക്കുകൾ പറഞ്ഞ് അവരെ ട്രിഗർ ചെയ്യും. 40 പേര്, ഈ ജനറൽ പബ്ലിക്കിനെ. ആൻഡ് ആ എക്സ്പെരിമെന്റ് ഷോക്കിംഗ് റിസൾട്ട് എന്താണെന്നുണ്ടെങ്കിൽ ഇതിൽ പങ്കെടുത്ത 100% ആൾക്കാരും 300 വോൾട്ട് വരെയുള്ള ഇലക്ട്രിക് ഷോക്ക് അയാൾക്ക് കൊടുത്തു. 65% ആൾക്കാരും ഫുൾ 400 വോൾട്ട് വരെയും പോയി. അപ്പോൾ ആ ഒരു അതോറിറ്റിയാണ് അവിടെ ഈ എക്സ്പെരിമെന്റ് കൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. യെയിൽ യൂണിവേഴ്സിറ്റിയാണ്, വളരെ വേൾഡ് ഫേമസ് ആയിട്ടൊരു യൂണിവേഴ്സിറ്റി നടത്തുന്ന എക്സ്പെരിമെന്റ് ആണ്. ഈ പ്രൊഫസറെ ലാബ് കോട്ടൊക്കെ ഇട്ട് ഭയങ്കര ഒത്തന്റിക് ആയിട്ടുള്ള ഒരാളാണ്, വിശ്വാസമുണ്ട്. ഒന്നത്. രണ്ടാമത് എക്സ്പെരിമെന്റ് ഫൈൻഡിങ് എന്തായിരുന്നെങ്കിൽ വളരെ സഡൻ ആയിട്ട് 400 വോൾട്ട് കൊടുക്കാനല്ല പറയുന്നത്, ഗ്രാജുവൽ ആയിട്ട് 15 വോൾട്ട് വെച്ച് കൊടുക്കാനാണ് പറയുന്നത്. മൂന്നാമത് ഇതിന്റെ റെസ്പോൺസിബിലിറ്റി കംപ്ലീറ്റ് യൂണിവേഴ്സിറ്റി എടുക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അതിലുള്ള ആൾക്ക് എന്ത് സംഭവിച്ചാലും അതിന്റെ റെസ്പോൺസിബിലിറ്റി യൂണിവേഴ്സിറ്റി എടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെയുള്ള ഈ ഫാക്ടേഴ്സ് വന്നപ്പോൾ അവിടെ എല്ലാ ആൾക്കാരും ഷോക്ക് കൊടുത്തു. മനഃപൂർവ്വം വേറൊരാളെ വേദനിപ്പിക്കുന്ന രീതിയിലുള്ള അല്ലെങ്കിൽ അയാളുടെ ലൈഫിന് ത്രെട്ട് ആവുന്ന രീതിയിലുള്ള ഷോക്ക് കൊടുത്തു എന്നുള്ളതാണ് ഷോക്കിംഗ് റിസൾട്ട്. അപ്പോൾ ഈ ഒരു എക്സ്പെരിമെൻറ്റും നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുന്നത് എന്താണെന്നുണ്ടെങ്കിൽ ആരുടെ മനസാക്ഷി വേണമെങ്കിലും എങ്ങനെ വേണമെങ്കിലും നമുക്ക് മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റും. എക്സ്ട്രീമിസ്റ്റ് ആയിട്ടുള്ള ഗ്രൂപ്പുകളുണ്ടല്ലോ, അവരെല്ലാവരും ഈ ഐഡിയോളജിയാണ് യൂസ് ചെയ്യുന്നത്. വേൾഡ് ലീഡേഴ്സ്, യുദ്ധം നടത്തുന്ന വേൾഡ് ലീഡേഴ്സ്, അവരവരുടെ പബ്ലിക്കിനെ എങ്ങനെയാണ് കൺവിൻസ് ചെയ്യുന്നത്? യുദ്ധം നടത്തുന്നത്, ഞാൻ ചെയ്യുന്ന യുദ്ധത്തിന് ഒരു മോറൽ വാല്യൂ ഉണ്ട് എന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്തിട്ടല്ലേ അവർ ആ യുദ്ധത്തിനെ ന്യായീകരിക്കുന്നത്. Even though it is taking a lot of people's lives, still people are convincing their public, right? അങ്ങനെ മനസാക്ഷി എന്ന് പറയുന്ന ഒരു ഫീലിങ്ങിനെ ആർക്ക് വേണമെങ്കിലും മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ള പ്രൂവ് ചെയ്ത ഒരു എക്സ്പെരിമെൻ്റ് ആയിരുന്നു ഈ മിൽഗ്രാമിൻ്റെ എക്സ്പെരിമെൻറ്റ്. ഇതേ മൈൻഡ് സെറ്റും ഇതേ സൈക്കോളജിയാണ് മോബ് അറ്റാക്കിലും വർക്ക് ചെയ്യുന്നത്. ഒരു ഗ്രൂപ്പായിട്ട് നമ്മളൊരു ആക്ടിവിറ്റി ചെയ്യുന്ന സമയത്ത് അത് ഭയങ്കര വയലൻസിലേക്ക് പോകുന്നത് ഈ ഫാക്ടേഴ്സ് വരുമ്പോഴാണ്. ആരാ ചെയ്തതെന്ന് അറിയില്ല. ഒരു കൂട്ടത്തിൽ നിന്ന് ഒരു കല്ലെടുത്ത് എറിഞ്ഞാൽ അത് ആരാ ചെയ്തെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റില്ല. മിൽഗ്രാമിന്റെ എക്സ്പെരിമെന്റിൽ റെസ്പോൺസിബിലിറ്റി യൂണിവേഴ്സിറ്റി എടുക്കുമെന്ന് പറഞ്ഞതുപോലെ. അപ്പോൾ നമ്മളുടെ എല്ലാ മനസാക്ഷി, നമ്മളെല്ലാവരും, ഞാൻ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ പോലെ,
എൻ്റെ മനസാക്ഷിക്ക് നിരക്കാത്ത കാര്യമൊന്നും ഞാൻ ചെയ്യില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും ഒരു പർട്ടിക്കുലർ സെറ്റ് ഓഫ് കണ്ടീഷൻസ് വന്നാൽ, ഒരു പർട്ടിക്കുലർ സെറ്റ് ഓഫ് ഫാക്ടേഴ്സ് വന്നു കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ മനസാക്ഷിക്ക് നിരക്കാത്ത കാര്യങ്ങളും ചെയ്യും. എല്ലാവരും ചെയ്യും. അങ്ങനെ മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഈ മനസാക്ഷി. ഇനി എനിക്ക് ചോദിക്കാനുള്ള ഒറ്റ ചോദ്യമാണ്, നമ്മുടെ ലോകത്ത് റിലീജിയൻ നമ്മുടെ മനസാക്ഷി രൂപീകരിക്കാൻ സഹായിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ്. ഓക്കെ, അതിന് യെസ് എന്നും പറയാം, നോ എന്നും പറയാം. കാരണം എസ്പെഷ്യലി ഒരു റിലീജിയനിലെ അവരുടെ അടിസ്ഥാനമായ വാല്യൂസും അല്ലെങ്കിൽ അവർ ഫോളോ ചെയ്യുന്ന ടെക്നിക്സും വെച്ച് നോക്കുന്ന സമയത്ത് പണ്ട്, അതായത് മനുഷ്യനൊക്കെ ഉണ്ടായ കാലത്ത് ഉണ്ടായിക്കഴിഞ്ഞ് വന്ന് സ്ത്രീകളൊക്കെ ഉണ്ടായല്ലോ. അപ്പോൾ സ്ത്രീകളിലേക്ക് പുരുഷന്മാർ അട്രാക്റ്റഡ് ആവാൻ തുടങ്ങി. അതായത് ഒരു പുരുഷൻ തന്നെ അട്രാക്റ്റ് ആവുന്ന സ്ത്രീകൾക്ക് കല്യാണം കഴിക്കാൻ തുടങ്ങി. അവിടെ നമ്മൾ പറഞ്ഞ പോലെ ആൽഫ മെയിലിൻ്റെ ഒരു ഡോമിനേഷനാണ് അവിടെ സംഭവിക്കുന്നത്. അങ്ങനെ സംഭവിച്ചപ്പോൾ എന്താ ഉണ്ടായി വെച്ച് കഴിഞ്ഞാൽ ഈ ലോകത്ത് അനീതി പ്രവർത്തിക്കാൻ തുടങ്ങി. അതായത് ഈ മെയിലിന് വേണ്ടി ശക്തമായ ആൾക്കാരുണ്ടല്ലോ, മെയിൽ ഡോമിനൻ്റ് ആൾക്കാർ, അവർ ഡോമിനൻ്റ് ആയിട്ട് ആൾക്കാർ അവിടെ ഒരു യുദ്ധം നടത്തി. യുദ്ധം എന്ന് വെച്ച് കഴിഞ്ഞാൽ പരസ്പരം അക്രമം. ഇപ്പോൾ ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞാൽ പട്ടികൾ കടികൂടണം കണ്ടിട്ടുണ്ടോ ഇണചേരാൻ പോകുന്ന സമയത്ത്? അതുപോലത്തെ ഒരു സംഭവമാണ് അവിടെ നടന്നത്. അപ്പോൾ ആൾക്കാരെ കൊല്ലുക, അല്ലെങ്കിൽ വേറൊരു ആൾക്ക് താല്പര്യമില്ല സ്ത്രീയെ എടുത്തുകൊണ്ട് പോവുക, ഇങ്ങനെയൊക്കെ അക്രമങ്ങൾ പെരുകാൻ തുടങ്ങി. മസിൽ പവറും മസ്കുലിറ്റിയുള്ള ആൾക്കാർ മാത്രം ജയിക്കുന്ന ഒരു സിറ്റുവേഷൻ വന്നു. അതെ, അതിന് എന്ത് ചെയ്തു? സെർട്ടൻ നമ്പർ ഓഫ് റൂൾസ് കൊണ്ടുവന്നു. അതായത് ദൈവം ഇങ്ങനൊരു റൂള് തന്നു എന്ന് കണക്കാക്കപ്പെടുകയും അതനുസരിച്ച് വരികയും ചെയ്യാണ്. അപ്പോൾ ഈ നിയമങ്ങൾ പാലിച്ചാൽ ഇൻഡയറക്റ്റ്ലി ഇവിടെ എന്ത് സംഭവിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സോഷ്യലി കമ്മിറ്റ്മെൻ്റ് ആവുകയും വേറൊരാളുടെ ഫ്രീഡത്തെ ഹാനികരിക്കാത്തതും അദ്ദേഹത്തിൻ്റെ ഇൻഡിവിജ്വാലിറ്റീനെ റെസ്പെക്റ്റ് ചെയ്യുന്നതുമായ കാര്യങ്ങളാണ് അവിടെ സംഭവിക്കുന്നത്. അപ്പോൾ ഇത് ഒരു റിലീജിയനിൽ നിന്ന് ഫോം ആയ ഒരു കാര്യമാണ്. അപ്പോൾ ഈ നിയമങ്ങൾ ഉള്ളിലുള്ളതുകൊണ്ട് അവൻ തന്നെ ചോദിക്കും, ഞാനിത് പ്രവൃത്തി ചെയ്ത് കഴിഞ്ഞാൽ ഇത് ശരിയാണോ തെറ്റാണോ എന്ന് മുൻകൂട്ടി ചിന്തിക്കാനും അതനുസരിച്ച് പ്രവർത്തിക്കാനും പറ്റും. അത് ലോകത്തിൽ ഞാൻ പറഞ്ഞ ഒരു നന്മയ്ക്ക് വേണ്ടിയിട്ടായിരിക്കും. രണ്ടാമത്തെ റിലീജിയൻ അവർ ഫോളോ ചെയ്യുന്ന ടെക്നിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു പ്രവർത്തനം ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ അത് തെറ്റാണെങ്കിൽ അദ്ദേഹത്തിന് ഭാവിയിൽ തെറ്റ് കിട്ടും. കർമ്മ നമ്മൾ കേട്ടിട്ടില്ലേ? അത് അതായത് പിന്നെ ഭാവിയെ കുറിച്ചൊരു നെഗറ്റീവോ പോസിറ്റീവോ വരണമെങ്കിൽ ഞാനൊരു നല്ല കാര്യം ചെയ്യണം എന്നുള്ളൊരു തോട്ടും ഇവിടെ വരികയാണ്. അത് ഇങ്ങനെ ഒരു റൂള് മനുഷ്യന് റിലീജിയനിലൂടെയാണ് കിട്ടിയത്. ഓക്കെ, ഇനി ഇത് പൂർണ്ണമായിട്ട് നമുക്ക് ഈ റിലീജിയനെ കണക്ട് ചെയ്ത് പറയാൻ പറ്റില്ല. കാരണം മനുഷ്യൻ ജീവിച്ചിരുന്ന സമയത്ത് തന്നെ, അതായത് മനുഷ്യൻ ഉണ്ടായ കാലത്ത് തന്നെ മനുഷ്യൻ്റെ ഉള്ളിൽ തന്നെ കുറേ മോറൽ വാല്യൂസ് ഉണ്ട്. അപ്പോൾ ആ മോറൽ വാല്യൂസൊക്കെ പിന്നീട് സൈക്കോളജി ആയിട്ട് അല്ലെങ്കിൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്ന പോലെ കാര്യങ്ങളായി മാറിയത് പിന്നീടാണ്. പക്ഷേ ഓൾറെഡി മനുഷ്യൻ ഉണ്ടാകുന്ന കാലത്ത് തന്നെ ഉണ്ടായിരുന്നു എന്നാണ് ശാസ്ത്രം പറയുന്നത്. അവിടെ എനിക്ക് ആഡ് ചെയ്യാനുള്ളൊരു പോയിന്റ്, ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ എവല്യൂഷനെ ബേസ് ചെയ്തിട്ട് ഈ മനസാക്ഷി എങ്ങനെ ബിൽഡ് ആയി എന്നുള്ളതാണ്. ഒരു 6 മില്യൺ വർഷം മുന്നേ എന്തായിരിക്കും സിനേറിയോ എന്ന് ആലോചിച്ച് നോക്ക്. നമ്മൾ സർവൈവ് ചെയ്യണമെങ്കിൽ നമ്മൾ ഒറ്റയ്ക്ക് നിന്നാൽ പോരാ. ബിക്കോസ് പ്രെഡേറ്റേഴ്സാണ് കംപ്ലീറ്റ് മുഴുവൻ. അന്ന് ഇവിടെ ഡോമിനൻ്റായി നിൽക്കുന്നത് വൈൽഡ് ആനിമൽസ് ഒക്കെ ആയിരിക്കാം, കറക്റ്റ് അല്ലേ? അപ്പോൾ അവിടെ കോപ്പറേഷൻ ആവശ്യമാണ്. ഹ്യൂമൻസിന് സർവൈവ് ചെയ്യണമെങ്കിൽ ഒരുപാട് പേര് ഒരുമിച്ച് പ്രവർത്തിക്കണം, എന്നാൽ മാത്രമേ അവിടെ സർവൈവൽ ഉള്ളൂ. അങ്ങനെയാണ് ഈ മനസാക്ഷി എന്ന് പറയുന്നത് ബിൽഡ് ആവുന്നത്. ഒരു ഗ്രൂപ്പിൽ എങ്ങനെ വർക്ക് ചെയ്യാം, ഒരാളെ എങ്ങനെ ട്രസ്റ്റ് ചെയ്യാം, ഞാൻ എന്ത് കാര്യം ചെയ്യുമ്പോഴാണ് എൻ്റെ ഗ്രൂപ്പിനത് ഫേവർ ആവുക, ഞാൻ എന്ത് കാര്യം ചെയ്യുമ്പോഴാണ് എൻ്റെ ഗ്രൂപ്പിനത് മോശമാവുക, ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ മനുഷ്യൻ ചിന്തിക്കുമ്പോഴാണ് മനസാക്ഷിയുടെ വിത്തുകൾ അവിടെ ഉണ്ടാവുന്നത്. സർവൈവലിൻ്റെ ഭാഗമായിട്ടാണ് ഒരു ഗ്രൂപ്പായിട്ട് വർക്ക് ചെയ്യണം എന്നുള്ളതിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള ആവശ്യത്തിൽ നിന്നാണ് മനസാക്ഷി ഉടലെടുക്കുന്നത്. അല്ലാതെ ഇത് നീ പറഞ്ഞതുപോലെ റിലീജിയൻസ് അതിനെ ആൾട്ടർ ചെയ്തിട്ടുണ്ടായിരിക്കാം. ആ കറണ്ട് സിറ്റുവേഷനിൽ സർവൈവലിന് എന്താണോ വേണ്ടത് അതിനു വേണ്ടി ആ റിലീജിയൻ അതിനെ ആൾട്ടർ ചെയ്ത് മോഡിഫൈ ചെയ്തിട്ടുണ്ടാവാം. പക്ഷെ ഏറ്റവും ആദ്യം മനുഷ്യന്റെ കോഗ്നിറ്റീവ് സ്കില്ലായി, മനുഷ്യന്റെ കോഗ്നിറ്റീവ് ഫീലിംഗ് ആയിട്ട് ഈ മനസാക്ഷി കയറി വന്നത് സർവൈവലിന്റെ ഭാഗമായിട്ടാണ്. പിന്നെ അതിനെ നമ്മളിപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്യുന്ന പോലെ സൈക്കോളജിയുടെ ടേംസ് ഒക്കെ വെച്ച് കോഗ്നിറ്റീവ് ഡിസോണൻസ് എന്നും കോൺസൈൻസ് എന്നൊക്കെ പറഞ്ഞ് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. പക്ഷെ അതിൻ്റെ റൂട്ട്സ് ഡെഫിനറ്റ്ലി സർവൈവലായിരുന്നു. ഈ ഒരു ടോപ്പിക്കിനെ പറ്റി, ഈ മനസാക്ഷി എന്ന് പറഞ്ഞൊരു സബ്ജക്റ്റിനെ പറ്റി ഞാനും ജോബിഷും പഠിച്ചത് ഞങ്ങൾക്ക് ഭയങ്കരമായിട്ടുള്ള ഐ ഓപ്പണറായിരുന്നു. നമ്മൾ മനസ്സിൽ വിചാരിച്ച ഒരുപാട് കാര്യങ്ങൾ ശരിയാണോ തെറ്റാണ് എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കിയത്
അതിലെത്രത്തോളം കാമ്പുണ്ട്, അതിലെത്രത്തോളം ശരിയുണ്ട് എന്നുള്ളതൊക്കെ സ്വയം നമ്മളോട് ചോദിക്കാനുള്ളൊരു സിറ്റുവേഷൻ ആയിരുന്നു ഇതിനു വേണ്ടി പഠിച്ച കാര്യങ്ങൾ. നമ്മളെല്ലാവരും വിചാരിച്ചു വെച്ചിരിക്കുന്നത് നമ്മുടെ മനസാക്ഷിയാണ്, അല്ലെങ്കിൽ നമ്മുടെ മനസാക്ഷിക്ക് നിരക്കുന്നതാണ് ശരിയെങ്കിൽ മിൽഗ്രമിൻ്റെ എക്സ്പെരിമെൻ്റൊക്കെ അതിന് ഒപ്പോസ് ചെയ്യുന്നൊരു ഫാക്ടറാണ്. ആർക്ക് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും നിങ്ങളുടെ മനസാക്ഷിനെ മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റും, നിങ്ങളുടെ ചിന്തകളെ മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റും. അൾട്ടിമേറ്റ്ലി ഇതൊന്നും നമ്മുടെ കൺട്രോളുള്ള കാര്യമല്ല. നമ്മളുടെ കൺട്രോളുള്ള കാര്യം ആവണമെങ്കിൽ നമ്മളുടെ മൈൻഡ് സെറ്റ് വേറൊരാളുടെ ഹ്യൂമാനിറ്റീനെയോ വേറൊരാളുടെ ഫ്രീഡത്തിനെയോ ഹാനികരിക്കുന്ന പോലെ ആവരുത്. അങ്ങനെ അല്ലാത്ത എല്ലാ കാര്യങ്ങളും യു ആർ ഫ്രീ ടു ഡു. അതൊരു കോമൺ അല്ലെങ്കിൽ ഒരു കോമൺ റൂളായിട്ട് നമുക്ക് കൊണ്ടുവരാൻ പറ്റും. ഇഫ് മൈ ആക്ടിവിറ്റി, എൻ്റെ ഒരു പ്രവൃത്തി വേറൊരാൾക്ക് ബുദ്ധിമുട്ടാവുന്നതല്ല, വേറൊരാളുടെ ഫ്രീഡത്തിനെ, ജോബിഷ് പറഞ്ഞതുപോലെ വേറൊരാളുടെ ഇൻഡിവിജ്വാലിറ്റീനെ ക്വസ്റ്റ്യൻ ചെയ്യുന്ന ഒരു ഫാക്ടർ അല്ലെങ്കിൽ യു ക്യാൻ പ്രൊസീഡ് വിത്ത് ദറ്റ് ആക്ടിവിറ്റി. ശരിയോ തെറ്റോ എന്നുള്ളതൊക്കെ തീരുമാനിക്കേണ്ടത് ഓരോ ആൾക്കാരുടെ പെർസ്പെക്റ്റീവാണ്. എൻ്റെ ശരി നിങ്ങളുടെ തെറ്റായിരിക്കാം, നിങ്ങളുടെ ശരി എനിക്കും ജോബിഷിനും തെറ്റായിരിക്കാം, വൈസ് വേഴ്സ.